വിലവർദ്ധനവിൽ നിന്നും 100% പരിരക്ഷ. ആഭരണങ്ങൾക്ക് 0% പണിക്കൂലി. പൂക്കൂട്ടുംപാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരിപ്പൊന്ന് 2025. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 04931 200 916. സ്വാതന്ത്ര്യദിനത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തുമായി പൂക്കോട്ടുംപാടം കവളമുക്കട്ട LP സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂളിലെ 3-4 ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് മന്ത്രിക്ക് ബസ് ലഭിക്കുന്നതിനായി കത്തയച്ചത്. മികച്ച ഭൗതിക സൗകര്യങ്ങളുടെ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന സ്കൂളിന് സ്വന്തമായി സ്കൂൾ ബസ് ഇല്ലാത്തത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. മലയോര മേഖലയിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിന് 2022 നിലമ്പൂർ MLA ഫണ്ടിൽ നിന്നും സ്കൂൾ ബസ് അനുവദിച്ചിരുന്നുവെങ്കിലും വിവിധ സാങ്കേതിക കാരണങ്ങളാൽ നാളിതുവരെ ബസ് സ്കൂളിലെത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ആദിവാസി ഉന്നതികളിലെ വിദ്യാർത്ഥികളടക്കം പഠിക്കുന്ന സ്കൂളിലെ 3-4 ക്ലാസ്സിലെ കുട്ടികൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തെഴുതിയത്. കുട്ടികളുടെ ഏതാവശ്യവും വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ഈ ആവശ്യത്തിലും ശരിയായ നടപടി സ്വീകരിക്കുമെന്നാണ് കുട്ടികൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ 1ാം ക്ലാസ് തൊട്ട് കേൾക്കണ കാര്യമാണ് ബസ് കിട്ടുന്നത്. ഞങ്ങളിപ്പോൾ 4ലാണ്. ഇക്കൊല്ലം ഞങ്ങൾ പോകും. അപ്പോൾ ഇക്കൊല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ബസ് വേണം. ബസ് ഇടയ്ക്കിടയ്ക്ക് കേട് വരും. അതുകൊണ്ട് അത് ഞങ്ങളെ ബസ്സല്ല, വാടകയ്ക്ക് കിടന്ന ബസ്സാണ്. അതുകൊണ്ട് അപ്പോൾ സമയത്തിന് സ്കൂളിൽ എത്താൻ. വാർഡ് മെമ്പർ രാജശ്രീ, സ്കൂൾ പ്രധാനാധ്യാപിക സ്വപ്ന തോമസ്, PTA പ്രസിഡന്റ് K വിജീഷ്, SMC ചെയർമാൻ K ലിനീഷ്, MTA പ്രസിഡന്റ് മഞ്ജു, PTA കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് അലി, ജലീൽ, സജിത, സഫീല തുടങ്ങിയവരും അധ്യാപകരായ സിന്ധു, സജിത, സുരേഖ എന്നിവരും നേതൃത്വം നൽകി. ഞങ്ങൾ GLPS കവളമുക്കട്ട സ്കൂളിൽ നിന്നാണ്. GLPS കവളമുക്കട്ട സ്കൂളിന് 2022 നിന്ന് 2022 സാമ്പത്തിക വർഷത്തിൽ ഞങ്ങൾക്ക് MLA ഫണ്ടിൽ നിന്ന് ബസ് അനുവദിച്ചു തന്നതാണ്. ആ ബസ് അനുവദിച്ച് തന്ന് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ തന്നെ PTA കമ്മിറ്റി തന്നെ ഇടപെട്ട് ബസ് ഇറക്കി 2 കൊല്ലത്തോളം ഞങ്ങൾ ബസ് ഓടിച്ചു. പക്ഷേ ആ ബസ്സിന് സാങ്കേതിക തകരാറ് മൂലം വിൽക്കേണ്ടി വന്നു. ആ വിൽക്കുകയും അതിനോടനുബന്ധിച്ച് ഇപ്പോൾ വേറൊരു വണ്ടി വാടകയ്ക്ക് എടുത്താണ് ഞങ്ങൾ ഓടുന്നത്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് ആ ബസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പേപ്പർ വർക്കുകളൊക്കെ ചെയ്ത് പോയിരുന്നു. പക്ഷേ എന്തോ കാരണവശാൽ ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല. ഇപ്പം നിലവിൽ നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എല്ലാ പേപ്പർ വർക്കുകളും ചെയ്തു പോയി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അത് കഴിഞ്ഞു പോയതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ടെൻഡർ പിന്നെയും ഭരണാനുമതിക്ക് പോകണം എന്നാണ് അറിഞ്ഞത്. അതിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് വേണ്ടത്ര ഫാസ്റ്റ് അല്ല. ആ വേഗത്തിൽ അത് ചെയ്ത് തരാനുള്ള നടപടികൾ ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. സാങ്കേതികമായിട്ടുള്ള എല്ലാ വികസനങ്ങളും സ്കൂൾ കെട്ടിടങ്ങളായാലും പ്രീ പ്രൈമറി കെട്ടിടങ്ങളായാലും എല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ഇടപെടൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നല്ലൊരു നല്ല മികവിലാണ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്കൂളിൽ എല്ലാ കാര്യങ്ങളിലും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും കുട്ടികൾക്ക് സാങ്കേതികമായിട്ട് കുട്ടികൾക്ക് കളിക്കാനും. അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിലായിരുന്നു കവളമുക്കട്ട GLP സ്കൂള്. അവിടെ നിന്ന് ഞങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് വളരെയധികം മെച്ചപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾ നേരിടുന്ന പ്രശ്നം ബസ്സാണ്. സ്കൂളിന് സ്വന്തമായിട്ട് ഒരു ബസ്സില്ല. നേരത്തെ പറഞ്ഞ പോലെ 2022-23 അധ്യയന സാമ്പത്തിക വർഷത്തിലെ MLA ഫണ്ട് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ബസ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ബസ് ഇതുവരെ ലഭിച്ചിട്ടില്ല. 24-25 വർഷം ഫിനാൻസിൽ നിന്ന് അതിൻ്റെ ഭരണാനുമതി ലഭിച്ചതുമാണ്. പക്ഷേ ആ സാമ്പത്തിക വർഷം അവസാനിച്ചതും തുടരെ വന്ന തെരഞ്ഞെടുപ്പുകളും അതിൽ താമസം വരുത്തി വീണ്ടും അത് ഭരണാനുമതിക്കായി പോയിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രം കൂടിയേ ഉള്ളൂ. ഇലക്ഷനുകൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ബസ് കിട്ടണം. നമുക്കറിയാം കവളമുക്കട്ട ഒരു മലയോര മേഖലയാണ്. സാധാരണക്കാരായ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.